എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. യെസ്. ജയ് ഗുരുദേവ്. എല്ലാവർക്കും സുഖമാണോ? ആണോ? സുഖമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, ഉണ്ട്. പക്ഷെ തിരിച്ചറിയലാണ്. എന്തിനാണ് സുഖമില്ലാത്തത്? ഒന്നുകിൽ ശരീരത്തിന് സുഖമില്ല, ഏ മനസ്സിന് സുഖമില്ല, ബുദ്ധിക്ക് സുഖമില്ല. അല്ലേ? അല്ലേ? അതൊക്കെ ഭാഗങ്ങളാണ് അല്ലേ? ഇതൊന്നും കുഴപ്പമില്ല. ബുദ്ധിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് സുഖമില്ല എന്ന് പറയാം. പക്ഷേ എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ ആരോടാണ് ഈ ചോദ്യം ചോദിച്ച് എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ പണ്ട് കാലം മുതലേ സുഖമാണോ ചോദിച്ചാൽ ആ സുഖമാണ് എന്ന് പറയും, അല്ലേ? ആണോ അല്ലയോ? സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖം. ഇത് സ്വാഭാവികമായിട്ടും സുഖമാണെന്ന് പറഞ്ഞ് ശീലിച്ചു. അതിൻ്റെ പുറകിലുള്ള രഹസ്യം ഇതാണ്: ആർക്കാണ് സുഖം? ശരീരത്തിനാണോ, മനസ്സിനാണോ, ബുദ്ധിക്കാണോ, ഓർമ്മയ്ക്കാണോ, അഹംബോധത്തിനാണോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ അന്തസത്ത, നിലനിൽപ്പിന് അത് എന്നും സുഖമുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാതിരിക്കാനാണ് ഈ ചോദ്യം. ഇടയ്ക്ക് ചോദ്യം സുഖമാണോ, സുഖമാണോ, സുഖമാണോ എന്ന്. നമ്മൾ ഏതുമായി തിരിച്ചറിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓ, എല്ലാം പോരാ, എല്ലാം പ്രശ്നമാണ്. എവിടെയാണ് പ്രശ്നം? ചിലപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയണം, എൻ്റെ മനസ്സിന് വല്ലാത്ത പ്രശ്നം. വിജയമാണ്. ആരുടെ മനസ്സിനാണ്? എൻ്റെ മനസ്സിന് വല്ലാത്ത പ്രശ്നം. അപ്പം ഞാനും എൻ്റെ മനസ്സും തമ്മിൽ രണ്ടാളല്ലേ? എൻ്റെ വണ്ടി, എൻ്റെ കുട്ടി, അല്ലെങ്കിൽ എൻ്റെ പട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാനും എൻ്റെ കുട്ടിയും, അല്ലെങ്കിൽ ഞാനും എൻ്റെ വണ്ടിയും, ഞാനും എൻ്റെ പട്ടിയും ഒക്കെ തമ്മിൽ വ്യത്യാസമില്ലേ? ഞാനും എൻ്റെ പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാനും എൻ്റെ കൂടെയുള്ള ഏതോ സാധനത്തിനാണല്ലോ എൻ്റെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനെന്നും എന്നെ തന്നെ പറഞ്ഞാൽ പോരെ? അപ്പോൾ എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടോ? എല്ലാവരും ഉണ്ടു. അപ്പം തിരിച്ചറിയേണ്ട കാര്യം, അപ്പം ഏതോ ഒരു സാധനമാണ് ഞാൻ. ഇതേപോലെ തന്നെ ഞാനും എൻ്റെ ശരീരവും. എങ്ങനെ? ഞാനും എൻ്റെ ശരീരവും. ഞാൻ പോയാൽ എൻ്റെ ശരീരം മാത്രമാണ് ഇവിടെ ഉള്ളത്. ആണോ അല്ലയോ? ഞാൻ പോയാൽ. അപ്പം ഈ പോയ ആളാണോ കിടക്കണത്? പെട്ടിയിലാക്കി കിടത്തണത്? പോയ ആളുടെ ശരീരത്തെ, നല്ല ബോധം വേണം, പോയ ആളുടെ ശരീരത്തെ. പിന്നെ എന്തിനാണ് ശരീരത്തെക്കുറിച്ച് ആലോചിച്ച് ഇത്ര വേവലാതി, വിഷമം, ദുഃഖം? ഇത് പോകുമല്ലോ, എന്തായാലും പോവുമല്ലോ. പോവോ ഇല്ലയോ? എടുത്തു വെക്കാൻ പറ്റുമോ? പറ്റുമോ?
കാര്യമായിട്ട് പറയണം. എടുത്തു വെക്കാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടോ? പണ്ടത്തെ ഈജിപ്ഷ്യൻ വ്യവസ്ഥ പ്രകാരം എടുത്തു വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. 10,000 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കേടുകൂടാതെ എടുത്തു വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. വേണോ? ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അയ്യോ, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഇവിടെ എടുത്തു വെക്കണം, ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്നെ കാണാതെ, അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ജീവൻ വരും, പിന്നീട് ഇയാൾ, അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് ഈ ശരീരമാണ് ഈ പറയുന്ന വ്യക്തി എന്ന് ഉള്ള ധാരണ. അതുകൊണ്ടാണ് ഈ പ്രിസർവ് ചെയ്യുന്നതും പല സംസ്കാരങ്ങളിലും ശരീരത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കും. പക്ഷെ ഹിന്ദു സംസ്കാര പ്രകാരം എന്ത് ചെയ്യും? ശരീരത്തിനെ ബും, ആ, കത്തിച്ച് കളയും. അല്ലേ? ആണോ അല്ലയോ? എടുത്ത് വെക്കുക, നിങ്ങളവിടെ ഉപ്പിലിട്ട് വെക്കുക. തിരുവനന്തപുരത്ത് തൃശ്ശൂരിലൊക്കെ ഇല്ലല്ലോ, കത്തിച്ച് കളയും. ഉപ്പിലിട്ട് വെക്കുക, അച്ചാറിന്റെ പകരം. ഇതൊരു വലിയൊരു സാധനമാണല്ലേ ഈ ഇറച്ചി അച്ചാറക്കേണ്ടതുപോലെ. ഇനി ശരീരത്തിന് ഇയാളെ കളയണ്ട, നല്ല ശരീരമുള്ള ആൾ, അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ കത്തിച്ച് കളയും. എന്തുകൊണ്ട് ഈ കത്തിച്ച് കളയണത്? ഈ അയാൾക്കും ബോധം വേണം, ഈ മരിച്ച ആൾക്കും ബോധം വേണം, ശരീരമല്ല അയാൾക്ക് നല്ല ബോധമുണ്ട്. ശരീരം വിട്ട് കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും ഇത് ശരീരം. പിന്നെ ഈ ശരീരമാണെന്ന് വിചാരിച്ച ആളുകൾക്കൊക്കെ ഈ ശരീരത്തോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ്. ഈ ശരീരം പോയല്ലോ, ശരീരം പോയല്ലോ. അതുപോലെ ഇത്, അപ്പം ഇങ്ങനെ ഇതിന് കത്തിച്ച് കളഞ്ഞു കഴിയുമ്പോൾ സത്യത്തിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ, നശ്വരമാണ്. ഉം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സാധനത്തെ ഒരു ഊർജത്തിൻ്റെ സഹായത്തോടെ പഞ്ചഭൂതങ്ങളായി നമ്മൾ അയച്ചുവിട്ടു. എന്താ ഊർജം? താപോർജം, അഗ്നി. ആണോ അല്ലയോ? ഭയമുണ്ടോ അതൊക്കെ പറയണ കേൾക്കുമ്പോൾ? പേടിയുണ്ടോ? ഇയാളെന്താ 9 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് ഈ മരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും, അവസാനം ആകെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ വന്നത്, ഇയാളാണെങ്കിലോ മരണത്തെക്കുറിച്ച് പറഞ്ഞ് ആകെ വിഷം. അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇല്ല സാറേ, പേടിയൊന്നുമില്ല സാറേ, എന്നാലും ചെറിയൊരു ഭയം എന്ന് പറഞ്ഞ പോലെ സലീം കുമാർ പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും ഒരു ചെറിയ ഭയം. അങ്ങനെയാണോ? എന്തായാലും ഈ സത്യം ഉൾക്കൊള്ളാതെ നമുക്ക് ഇതിന് രക്ഷയില്ല. ഈ സത്യം ഉൾക്കൊള്ളാതെ രക്ഷയില്ല. എത്ര ഭയന്ന് എവിടെയൊക്കെ ഓടും, എവിടെയൊക്കെ ഓടും. എവിടെ ഓടിയാലും നക്ഷത്രങ്ങൾക്കിടയിൽ ചെന്ന് കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ഞാൻ നിന്നെ കണ്ടെത്തുന്നോ പിടിച്ച് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് പോലെ എവിടെ പോയിരുന്നാലും ആരാണ്? ആ, കാലൻ കൊണ്ടുപോകും. അപ്പൊ അതിനു മുമ്പ് ഈ സത്യം അറിഞ്ഞ് ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഓർമ്മയല്ല, അഹംബോധമല്ല, ഈ കാണുന്ന ഒന്നുമല്ല, ഒരു ചുക്കുമല്ല, ഞാന് അനശ്വരമായ ആ ആത്മചരി ഈ തിരിച്ചറിവ് വരണം. അല്ലാത്ത ആൾക്കാരാണ് വിഷമം ഉണ്ടാക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്, മരണത്തെ ഭയക്കണത്, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ലോകത്ത് ആകെ ദുരിതവും ദുഃഖവും ഒക്കെ ഇതിൻ്റെ കാരണം അജ്ഞാനമാണ്. അപ്പം അത് നമുക്കും ഇത്ര കാലം ഇരുന്ന് ജപവും ചെയ്തു, ധ്യാനവും ചെയ്തു. ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾ ധ്യാനം ചെയ്യൂട്ടോ, പരമേശ്വരൻ വന്നിട്ട് നിങ്ങളുടെ മകളുടെ കല്യാണമൊക്കെ നടത്തിത്തരും, മോൻ്റെ പാല് കാച്ചൽ, വീട് ഓപ്പണിങ്ങിന് എല്ലാ സഹായം ചെയ്തു തരും, ലോൺ റെഡിയാക്കി തരും, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ? സാക്ഷാൽ പരമേശ്വരൻ ആൾ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നിങ്ങളുടെ മുട്ടുവേദന മാറ്റിത്തരും, ഇടുപ്പ് വേദന മാറ്റിത്തരും, മക്കൾക്ക് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങാൻ സഹായിക്കും, ലോണൊക്കെ വേഗം അടച്ചു തരും. ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഏറ്റവും വലിയ ദുരിതവും ദുരന്തവും ഇത് തന്നെയാണ്. ശുദ്ധമായ ആത്മീയതയിലേക്ക് വരുമ്പോൾ നമ്മൾ സത്യത്തിന് തിരിച്ചറിയണം. ചിലപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സത്യങ്ങളായിരിക്കും, ഒരിക്കലും ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ പറ്റാത്ത സത്യമായിരിക്കും. പക്ഷെ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തിയുള്ള വ്യക്തിയായി മാറും, വളരെ പവർഫുള്ളായിട്ട്, വളരെ സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ വരും. ആരും സന്തോഷിപ്പിക്കണ്ട. അതാണ് ശുദ്ധജ്ഞാനം. എന്താണ് ശുദ്ധജ്ഞാനം? ചിലപ്പോൾ അത് പ്രായോഗികമാകുമോ എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ അത് നമ്മുടെ ബുദ്ധിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ആയിരിക്കാം. പക്ഷെ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായി? ആരാണ് എന്ന് പറഞ്ഞതുപോലെ ആ ആവേണ്ടതാകും. അപ്പോൾ ഇന്നത്തെ വരികളിൽ അങ്ങനെയാണ്. ഇന്നത്തെ വരികൾ നമ്മൾ
അവസാനം ഈ അവസാനത്തെ പാരഗ്രാഫാണ്. അതിൽ പറയുന്നത് ഇത്ര തന്നെയാണ്: ആദിശങ്കര ശിഷ്യന്മാരാൽ ഉപദേശിക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ആ വ്യാകരണ വിദ്യാർത്ഥി പ്രബുദ്ധ പ്രബുദ്ധനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജ്ഞാനം വന്നു എന്ന് പറയും. അപ്പൊ ജ്ഞാനം വരാൻ കാരണം എന്തായിരുന്നു? അയാളുടെ അജ്ഞാനത്തെ മൊത്തം പൊട്ടിച്ചു കളഞ്ഞു. ആര്? ഈ ആദിശങ്കര ശിഷ്യന്മാരാൽ. ഇവര് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരൊക്കെ കൂടി നമ്മൾ ലോകത്ത് സത്യമാണെന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന സകല സാധനങ്ങളെയും പൊട്ടിച്ചു കളഞ്ഞു. പണ്ടൊക്കെ എങ്ങനെയാണ്, വീട്ടിൽ കുട്ടികൾ പഠിക്കാതിരിക്കുമ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ച് കളിച്ച് മാർക്കൊക്കെ പോയി വളരെ ക്ലാസ്സിലൊക്കെ വളരെ മോശം പെർഫോമൻസ് ആകുമ്പോൾ ഈ അച്ഛനോ അമ്മയോ എന്ത് ചെയ്യുന്നു? ഈ കളിപ്പാട്ടം എടുത്ത് ഒറ്റ എറിയില്ല താഴെ. നിന്റെ കളിപ്പാട്ടം കൊണ്ടുള്ള കളി. അതിനുശേഷം കുറച്ച് കരയും, അമ്മേ അപ്പേ എന്നൊക്കെ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പഠനം തുടങ്ങും. ഇതുപോലെ നമ്മൾ അനാവശ്യമായ അജ്ഞാനത്തെ പിടിച്ചുകൊണ്ട് സത്യം അറിയാതിരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഗുരു പൊട്ടിച്ച് കളയും. വിട്ടുകൊടുക്കണം അതിന്. നമുക്ക് ഇതിൽ വലിയൊരു സത്യമുണ്ട്. വലിയൊരു സത്യം എന്ന് വെച്ചാൽ, പൂന്താനം നമ്പൂതിരിയുടെ ഏറ്റവും വലിയ ലൗകികമായ അറ്റാച്ച്മെന്റ്, ലൗകികമായ ആ പിടുത്തം സ്വന്തം കുട്ടിയോടായിരുന്നു. ആണോ അല്ലയോ? മനസ്സിലുണ്ടോ? കുട്ടി ആകെ എത്രയോ വർഷം തപം ചെയ്തതിന് ശേഷം, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു മായയാണ്. അദ്ദേഹത്തിന് അതൊരു മായയാണ്. അപ്പോൾ അതുപോലും തന്നതിൻ്റെ സമയമായി, ഇതിനെപ്പോലും നീ ഉപേക്ഷിക്കേണ്ട സമയമായി എന്നുള്ളത്. ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെയൊക്കെ കഥ അറിഞ്ഞിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല, കുറച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. സത്യത്തിന് എത്ര മുറുകെ പിടിച്ചു തന്നു അല്ലേ? എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും ഇതെല്ലാം ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ. എന്ന് വെച്ചാൽ എന്താ, ഈ ദൈവത്തിന് കണ്ണിച്ചോരയില്ല എന്നൊക്കെ തോന്നും. ആയിരക്കണക്കിന് ജന്മങ്ങളിൽ ആയിരക്കണക്കിന് പ്രാവശ്യം എല്ലാവരും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പോറ്റി വളർത്തി മക്കളാക്കി ആളുകളാക്കി, ആരുടെയൊക്കെ അച്ഛനായിരുന്നു, ആരുടെയൊക്കെ അമ്മയായിരുന്നു, ആരുടെയൊക്കെ കുട്ടിയായിരുന്നു, ഏതോ പട്ടിയുടെ കുട്ടിയായിരുന്നു, കുട്ടിയുടെ പട്ടിയായിരുന്നു, ഇതെല്ലാം ആയിരുന്നു. ഇതിലെല്ലാം കൂടെ ഈ ബോധം, ഈ കോൺഷ്യസ്നെസ് കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ജന്മത്തെ ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു സ്വപ്നം ഉണ്ടാവില്ലേ? എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് എന്നോട് പറയാറുണ്ട്, ഞാനൊക്കെ അന്ന് നന്നായി പഠിച്ചു, എന്നെ അന്ന് ജോലിക്ക് വിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. നിങ്ങൾ ചെയ്താൽ കൂടിപ്പോയ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയിൽ കയറും. പക്ഷേ നിങ്ങളുടെ കോൺഷ്യസ്നെസ്, നിങ്ങളുടെ ബോധതലത്തിന് ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ചില രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നിരിക്കാം. അതിനേക്കാൾ വലുതാണോ ഈ ഉദ്യോഗം? അതിനേക്കാൾ വലുതാണ് ഈ ഉദ്യോഗം. ഏ എൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. ചില ജന്മത്തിൽ നിങ്ങളൊക്കെ കളരിപ്പയറ്റിലെ തച്ചോളി ഉദയനനോ ആരെങ്കിലൊക്കെ ആയിരുന്നിരിക്കാം. അതിനേക്കാൾ വലിയ ദൃഢമുള്ള ശരീരമാണിതിപ്പോൾ. ഇതാണ് സത്യം. ഇതൊന്നും അറിയണില്ല. ഇങ്ങനെ ബോധം കോടിക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ സഞ്ചരിക്കുക. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, അല്ലല്ല, ജനിക്കുക പണി വാങ്ങിക്കുക മരിക്കുക, ജനിക്കുക പണി വാങ്ങിക്കുക മരിക്കുക. പണി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടും കാര്യങ്ങളല്ല. ഇതിങ്ങനെ ചെയ്ത് 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 ഇത്രയോ ജന്മം ചെയ്തു, എന്നിട്ട് ആ ബോധമില്ല. വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുക. അപ്പോഴാണ് ഗുരുക്കന്മാർ വന്ന് പറയണു, സത്യം അറിയൂ, സത്യം അറിയൂ, സത്യം അറിയൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം, എങ്കിലും അതാണ് സത്യമെന്ന് വിശ്വസിക്കരുത്. മരിക്കാൻ പേടിയണം. ഭഗവാനെ ജീവൻ എൻ്റെ പോകും എന്നൊക്കെ പറയാം. ആയിരക്കണക്കിന് പ്രാവശ്യം നിങ്ങൾ മരിച്ചിട്ടുണ്ട്. മരണം എന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനി എന്താ അപ്പോൾ പുതിയതായിട്ട് മരിക്കാൻ? പുതിയതായി ചെയ്യുമ്പോഴല്ലേ പ്രശ്നം. എത്രയോ പ്രാവശ്യം മരിച്ചിട്ടുണ്ടേ, എത്രയോ പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ തെളിവാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ. എന്ന് വെച്ചാൽ ഈ ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അത് ഓൾറെഡി ഉണ്ട്. അതിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റി. ഇപ്പം നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാം, അതായത് രക്തം, മാംസ, മജ്ജ, അസ്ഥി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ കാണുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ
കുറെ കാലം മുമ്പ് ഇത് ഭൂമിയിലായിരുന്നു. പല ധാതുക്കളായി, ലവണങ്ങളായി ഒക്കെ ഭൂമിയിലായിരുന്നു. ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിലൂടെ പല സസ്യങ്ങളും വലിച്ചെടുത്ത് അതിൻ്റെ പഴങ്ങളായി ഇതിനെ നമ്മൾ കഴിച്ചു ശരീരമായി. ആണോ അല്ലയോ? ഇത് സത്യമാണോ അല്ലയോ? ആണോ അല്ലയോ? ശരി. പഴങ്ങളല്ല. ഇനി ചിലപ്പോൾ നമ്മൾ കുറേ കാലം നോൺ വെജിറ്റേറിയൻ, പല ജീവികളായി പല ഭൂമിയിൽ നിന്ന് കിട്ടിയ സാധനം തന്നെയാണ്. ഇത് മരിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകും. പോകുമല്ലയോ? ഇത് പോകുമല്ലയോ? നിങ്ങൾ എടുത്തു വെക്കൽ ഉപ്പിലിട്ട് എടുത്തു വെക്കുന്ന പരിപാടിയില്ലല്ലോ. ഈജിപ്തിലെ പോലെ പരിപാടിയില്ല. എന്തായാലും പോവും. ഒന്നോ കത്തിച്ച് കളയും. വീണ്ടും ഇതെന്തായി? ധാതു ലവണങ്ങളായി പല വഴിക്ക് പോയി. അത് പിന്നെ ഇനി ആരുടെയെങ്കിലും ശരീരമാവും. ആണോ അല്ലയോ? അപ്പൊ ഈ ശരീരത്തിലുള്ള അസ്ഥികളും ഈ മാംസപേശികളുടെയൊക്കെ മെമ്മറി ആലോചിച്ച് നോക്കിയോ. ആരുടെയൊക്കെയോ ശരീരമായിരുന്നു പണ്ട്. അതേപോലെ പല സസ്യങ്ങളുടെയും. ഇതിന് ഒരുപാട് പഴക്കമുണ്ടെന്നേ. ഇത് പുതിയതൊന്നുമല്ല. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. കളിമണ്ണ് കൊണ്ട് കുറേ ബൊമ്മകൾ ഉണ്ടാക്കി, പാവകൾ ഉണ്ടാക്കി, ചട്ടി പാത്രം കുട്ടികൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് വരുന്നു. രാവിലെ വീണ്ടും പുതിയ പാവകൾ ഉണ്ടാക്കുന്നു, പുതിയ ടെക്നിക്ക്. ഇത്ര തന്നെയാണ്. ഇതിൽ ആര് മരിക്കണം, ആര് ജനിക്കണമെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി ആരും മരിക്കണമില്ല, ആരും ജനിക്കണമില്ല. ഊർജത്തിന്റെ കളിയാണ്. എന്താണ്? ഊർജത്തിന്റെ ഡാൻസ്. അതിനെ ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞു? ശാസ്ത്രത്തിലെ വേദത്തിൽ എന്ത് പറഞ്ഞു? ഡാൻസ്, കോസ്മിക് ഡാൻസ്. എന്തോ പറയല്ലോ, നടരാജന്റെ ഡാൻസിന് എന്താ പറയാ? എന്തോ ഒരു വാക്കുണ്ട് നല്ല. ശിവതാണ്ഡവം. ശിവതാണ്ഡവം. ശിവതാണ്ഡവം എന്ന് പറയും. അപ്പൊ ആരാ ശിവൻ? അപ്പൊ ഇതുപോലെ ഇതാണ് സത്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കാണുന്ന ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ബുദ്ധി ഓർമ്മയാണെങ്കിലും ഇതിലുള്ള കോൺഷ്യസ്നെസ് ആണ് എല്ലാം എല്ലാമായി കണക്ട് ചെയ്ത സാധനമാണ്. ഇതെല്ലാം എല്ലാത്തിൻ്റെയുമാണ്. ഇവിടെ ഞാൻ എന്നൊരു വ്യക്തിയില്ല, മറ്റൊരു വ്യക്തിയില്ല, അങ്ങനെ ഒന്നുമില്ല. ദ്വൈതമായ ഒരു സാധനമില്ല. എല്ലാം ഒന്ന് തന്നെ. അതിൽ നിന്നും മാറി അദ്വൈതം എന്ന, അതായത് ദ്വൈതം എന്നതിലേക്ക് വരുമ്പോൾ, അദ്വൈതം എന്നതിൽ നിന്ന് ദ്വൈതം, രണ്ടായി ഞാൻ ഒഴികെ ബാക്കി ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ബോണസായിട്ട് വിഷമം, ദുഃഖം, വേദന, വെറുപ്പ്, അഹങ്കാരം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബോണസായിട്ട് കിട്ടും. എവിടെ നിന്നാണോ തിരിച്ച് അദ്വൈതത്തിലേക്ക്, ഒന്നിലേക്ക്, ഇതെല്ലാം ഒന്നാണെന്ന് തിരിച്ച് ഈ സാധനമൊക്കെ പോകുകയും ചെയ്യും. സിമ്പിൾ ബ്രഹ്മജ്ഞാനം, സിമ്പിൾ. അപ്പം അതിലേക്ക് മനസ്സിനെ എത്തിക്കണോ വേണ്ടയോ? നമ്മൾ ഇത്രയും പ്രയത്നം ചെയ്തു. ആ ഈശ്വരനായ സാധനത്തെ, അല്ലെങ്കിൽ ഇയാളെ നമുക്ക് അറിയില്ലല്ലോ. ഈശ്വരൻ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. ഇയാളെ കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം യുദ്ധം. അമ്പലത്തിൽ പോയാൽ കാണില്ല, അങ്ങനെ ക്യൂ നിൽക്കണം, ക്യൂ നിന്നാൽ പോലും കാണാൻ വഴിയില്ല. അല്ലേ? അപ്പൊ സ്വന്തം ഉള്ളിൽ ദർശിക്കാൻ പറ്റുന്ന ആര് പറയണു? ഗുരുക്കന്മാർ പറയണു, വിശ്വഗുരു പറയണു, സ്വന്തം ഉള്ളിൽ ഈശ്വരനെ ദർശിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഈ ജ്ഞാനം നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണം, ഓക്കെ, നമ്മുടെ ബുദ്ധിയും ഇതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങണം. നാളെ നമുക്ക് വിഷമം, ദുഃഖം, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് പറയണം. കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ട ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം അതിൻ്റെ ഗതി അനുസരിച്ച് മൂവ് ചെയ്യും. അത് ഞാൻ തിരിച്ചറിഞ്ഞ് സമാധാനമായി ഇരിക്കണം. എൻ്റെ ശരീരത്തിന് പ്രശ്നം വന്നു, ഇത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ പ്രകൃതി പഞ്ചഭൂതങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് അതിനൊക്കെ അങ്ങനെ ഉണ്ടാവും. എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. വിഷമം വരണോ? ഇനി ആരോടെങ്കിലും ദുഃഖമോ വിഷമോ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പറയാം, വേണമെങ്കിൽ പറയാം. നമ്മളുടെ സമാധാനത്തിന്. ആരോട് പറയാൻ? കണ്ണാടി നോക്കിയിട്ട് നമ്മൾ സ്വന്തം വിഷമം പറയുന്നത് പോലെയാണ് മറ്റുള്ളവരോട് പറയാം. എല്ലാവരുടെ ശരീരവും ഇതുപോലെ പഞ്ചഭൂതങ്ങൾ, കർമ്മം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സത്യം പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് എത്താൻ ഏറ്റവും ഉത്തമമായത് പഞ്ചാക്ഷരി മന്ത്രവും ജപവും, ഈശ്വര നാമജപം വളരെ ഉത്തമമെന്ന് പറയണു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പഞ്ചാക്ഷരി എന്ന് പറയുന്നു. അത് ജപിക്കാൻ എല്ലാവരും തയ്യാറാവണം. 1008 എന്ന് പറയുമ്പോൾ കുറേ പേർ റിപ്പോർട്ട് ചെയ്യേണ്ടി, ഇപ്പോഴും കുറേ പേർക്ക് സമയമായിട്ടില്ല. ആകാത്തവർക്ക് സമയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമയം ഉണ്ടോ എന്നൊരു ചോദ്യം കൂടെ എനിക്കുണ്ട്. സമയമുണ്ടോ?
സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ജപം ചെയ്യാൻ സമയമുണ്ടോ എന്നല്ല, ഇനി ജീവിക്കാൻ എത്ര സമയമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കണ്ണു തുറന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ്. നാളെ എഴുന്നേൽക്കുമെങ്കിൽ അതും നിങ്ങളുടെ ഭാഗ്യമാണ്. മറ്റന്നാൾ എഴുന്നേൽക്കുവോ ഇല്ലയോ എന്നുള്ളത് ഈശ്വരന് പോലും, നാളെ എഴുന്നേൽക്കുവോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പോലും അറിയില്ല. ഇനി എഴുന്നേറ്റ വ്യക്തി വീണ്ടും ഉറങ്ങാൻ പോവുമോ അതോ ഇനി പെർമനൻ്റായി ഉറങ്ങുമോ എന്നും അറിയില്ല. ആണോ അല്ലയോ? അല്ലേ? ഇതെല്ലാം ഒരു ഗ്രേസ് കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ അപ്പോൾ ഇതിൽ ഇനി മാറ്റി വെക്കാൻ സമയമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കണം. മാറ്റി വെക്കണോ? തോന്നും, കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് തോന്നും മാറ്റി വെക്കണം. ഇതൊക്കെ ഇങ്ങനെ എന്ത് വെച്ചാൽ നമുക്ക് ഇതാണ് സത്യം, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം, ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നല്ല ധാരണയുണ്ടെങ്കിലും നമ്മുടെ കർമ്മം പറയും ശരി ശരി ഒന്ന് മാറ്റി വയ്ക്കും, നമുക്ക് അടുത്തതിലേക്ക് വേഗം പോകാം, ഇതോ ഈ പണി ഒന്ന് കഴിയട്ടെ, ഈ കാര്യം ഒന്ന് ചെയ്യട്ടെ, ഈ എക്സാം ഒന്ന് കഴിയട്ടെ, ഇനി അടുത്ത ഇത് കഴിയട്ടെ, ഈ ജോലി ഒന്ന് കഴിയട്ടെ, ഇത് ഇങ്ങനെ മാറ്റി വെച്ച് മോളിന്ന് ബെല്ലടിക്കും. ടിങ് 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 ടിങ്. ബെല്ലടി കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതാണ് പൂന്താനം പറഞ്ഞത്, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. ഇനി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരം എന്നതറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെ തോളിൽ മാറാപ്പുകയും. അപ്പൊ ഇപ്പൊക്കെ നല്ല സാഹചര്യമുണ്ട്, ജപിക്കാൻ പറ്റുമല്ല. നാളെ എന്തായി മാറുന്നു ഒരു അവസ്ഥയും നമുക്കറിയില്ല, എന്തായി മാറും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ സമയം കിട്ടുന്നുണ്ടോ? ഈശ്വര കൃപയാൽ നിങ്ങൾ ലക്കിയാണ്. എല്ലാവരും ജപിച്ച എല്ലാവർക്കും ആശംസകൾ. ജപിക്കാത്തവരൊക്കെ ജപിച്ച് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഇയാൾ എന്താ ഇങ്ങനെ പറയണേ എന്ന് പറയരുത്, വിചാരിക്കരുത്. എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. എനിക്ക് ആരും വന്നിട്ട് ആശ്രമത്തിൽ നിന്ന് വിളിച്ച് ഇവരെയൊക്കെ ചീത്ത പറയൂ, ജപിപ്പിക്കൂ എന്ന് എനിക്ക് നിർദ്ദേശമൊന്നും തന്നിട്ടില്ല. ഗുരുജിയും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഗുരുജി പറഞ്ഞിട്ടുണ്ട് ജപം ചെയ്യൂ, ജപം ചെയ്യിപ്പിക്കൂ എന്നുള്ളത്. ഓക്കെ, ശരി. ഇതേ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് തരാൻ പറ്റുള്ളൂ, ഈ മോട്ടിവേഷൻ. അപ്പോൾ ഒപ്പം നിൽക്കുക, കൂടെ നിൽക്കുക. ഓക്കെ, കൂടെ നിൽക്കുക. എല്ലാവരും കൂടെ ജപിക്കുന്ന ജപത്തിന് ഒരുപാട് മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മുഖത്ത് പുഞ്ചിരിയോടെ ജപിക്കൂ എല്ലാവരും ഇനി. ഓക്കെ, പുഞ്ചിരിയോടെ ഇരിക്കൂ. എന്തിനാണ് വിഷമം? ആരോടാണ്? ജയ് ഗുരുദേവ്. കണ്ണുകൾ അടച്ച് നട്ടല് നിവർത്തി വെച്ചിരിക്കാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തു വിടാം. കായേന വാചാ മനസേന്ദ്രിയേ वा बुद्ध्यात्मना वा प्रकृतिस्वभावा करोमि यत् यत् सकलं परस्मै गुरुदेवपादेषु समर्पयामि। सर्वं गुरुदेवपादेषु समर्पयामि। सर्वं गुरुदेवपादेषु समर्पयामि। ॐ सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामय, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्तिः. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരു.